കേരളത്തെ പുരോഗതിയുടെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യവും ഉയർത്തിപ്പിടിച്ച് നാടിന്റെ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും സാധ്യമാക്കുന്ന തുടർച്ച ഉറപ്പിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ചരിത്ര സന്ദർഭമായാണ് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത്. വികസനവും ജനക്ഷേമവുമാണ് ഞങ്ങൾ ജനങ്ങൾ മുന്നിൽ വെക്കുന്ന ചർച്ചാ വിഷയം. അസത്യം പ്രചരിപ്പിച്ചും വർഗീയതയെ കൂട്ടുപിടിച്ചും വിഷയം ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് വർഗീയതയെ കൂട്ടുപിടിച്ചും ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് വലതുപക്ഷം ശ്രമിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് സർവ്വതും വിറ്റുതുലക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും നവ ലിബറൽ നയങ്ങൾക്ക് ബദലില്ലെന്ന പൊതുനിരാശാബോധം കേരളീയർക്ക് മുന്നിലില്ല. ലോകത്തിന് മാതൃകയായ മാനവിക ബദൽ പ്രായോഗികമാണെന്ന് ഈ 10 വർഷം കൊണ്ട് കേരളം തെളിയിച്ചിരിക്കുന്നു. അധികാരത്തിലെത്തിയാൽ പ്രകടന പത്രിക ചവറ്റുകുട്ടയിലെറിയുന്ന വലതുപക്ഷ രാഷ്ട്രീയ സംസ്കാരം ഇന്ന് കേരളത്തിന് അന്യമാണ്. ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായി വോട്ട് ചെയ്യാനെത്തുന്ന തലമുറക്ക് 10 കൊല്ലം മുൻപത്തെ ദുരനുഭവങ്ങൾ അത്ര കണ്ട് ഓർമ്മയുണ്ടാകണമെന്നില്ല. സമസ്ത മേഖലകളിലും ആ ഘട്ടത്തിൽ മുരടിപ്പിൻ്റെ കാഴ്ചയായിരുന്നു. സമ്പൂർണ്ണ തകർച്ചയാണ് UDF കേരളത്തിന് സമ്മാനിച്ചിരുന്നത്. നിയമന മരവിപ്പ്, പൊതുമേഖലയുടെ തകർച്ച, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണ സംവിധാനം, കാർഷിക വ്യാവസായിക രംഗങ്ങളിലെ മുരടിപ്പ്, വ്യവസായങ്ങൾ കടന്നു വരുന്നതിലെ വൈമുഖ്യം, അതിഗുരുതരമായ സാമ്പത്തിക തകർച്ച, വാർഷിക പദ്ധതികളുടെ സ്തംഭനം, മൂലധന ചെലവിനും ഫണ്ടില്ല, ആ തരത്തിലുള്ള വികസന മരവിപ്പ്, ഫണ്ടിൻ്റെ പിൻബലമില്ലാത്ത ബജറ്റ് പ്രഖ്യാപനങ്ങൾ, നികുതിയേതര വരുമാനങ്ങൾ ഉയർത്താൻ ഭരണ നടപടിയില്ലാത്ത അവസ്ഥ, ഇങ്ങനെ പോവുകയായിരുന്നു അക്കാലത്തെ കാര്യങ്ങൾ. 18 മാസം വരെയായിരുന്നു UDF സർക്കാർ വരുത്തിയ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. ആരോഗ്യരംഗം അന്നാണ് വെന്റിലേറ്ററിലായത്. ഡോക്ടർമാരും മരുന്നുകളും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം, ആശുപത്രികളുടെ അന്നത്തെ ശോചനീയാവസ്ഥ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ പറ്റുന്നതല്ല. വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോയി. പാഠപുസ്തകങ്ങൾ പോലും
കൃത്യമായി നൽകാത്ത അവസ്ഥ. കുട്ടികൾ പാഠപുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിക്കേണ്ടി വന്ന ഗതികേട്. ലാഭകരമല്ല എന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നില്ല. കണ്ണായ സ്ഥലങ്ങളിലെ സ്കൂളുകളുടെ സ്ഥലം വിൽപ്പന നടത്താൻ മാനേജർമാർക്ക് ഒത്താശ ചെയ്ത സംഭവങ്ങൾ. ആ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി പ്രത്യേക പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈസ്കൂൾ അധ്യാപകന് വരെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കാൻ ശ്രമിക്കുന്ന നിലയായിരുന്നു അക്കാലത്ത്. വ്യവസായ മേഖലയെ മുച്ചൂടും മുടിക്കുന്ന അവസ്ഥയുണ്ടായി. വൈദ്യുതി രംഗത്ത് സമ്പൂർണ്ണ പരാജയം. ലോഡ് ഷെഡിങ് വ്യവസ്ഥാപിതമാക്കുന്നില്ല. പൊതുവിതരണ രംഗം നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. UDF പൊതുഗതാഗത രംഗവും കട്ടപ്പുറത്താക്കി. ആ ഇരുണ്ട കാലത്ത് നിന്നാണ് കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം LDF സർക്കാർ ഏറ്റെടുത്തത്. അവിടെ നിന്നാണ് തകർന്നു കിടന്ന ഓരോ മേഖലയും പുനരുജ്ജീവിപ്പിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. സാധാരണക്കാരോടുള്ള LDF സർക്കാരിൻ്റെ കരുതൽ ഏറ്റവും വ്യക്തമായ മേഖലയാണ് ആരോഗ്യ മേഖല. ഇവിടെ LDF UDF ഭരണകാലയളവിലെ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളുടെ താരതമ്യം നന്നാകും. ഇത്തരമൊരു മാറ്റം എത്രത്തോളം വലുതായി ഉണ്ടായി എന്നത് മനസ്സിലാക്കാൻ ആ താരതമ്യം സഹായിക്കും. 2016 UDF പടിയിറങ്ങുമ്പോൾ ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.